2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എറണാകുളം ജില്ല UDF തൂക്കി. കേരളത്തിലെ മറ്റു പല ജില്ലകളിലും പല തെരഞ്ഞെടുപ്പുകളിലും LDFനോ അല്ലെങ്കിൽ UDFനോ സമ്പൂർണ്ണ വിജയമുണ്ടാകാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ ഒരു മുന്നണി സമ്പൂർണ്ണ വിജയം നേടുന്നത്. LDFന് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ നേട്ടം കൈവരിക്കാൻ അവർക്ക് സാധിക്കാറില്ല. എന്നാൽ UDFന് ഇതിനു മുമ്പ് 2 തവണയും സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിൽ മാത്രം അവർ 2 തവണയും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ പോലെ കോൺഗ്രസിന് 63 സീറ്റുകളിൽ വിജയമുണ്ടായെങ്കിലും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവായ PP തങ്കച്ചനെ തോൽപ്പിച്ച CPIMലെ സാജു പോൾ എറണാകുളം ജില്ലയിലെ UDFന്റെ സമ്പൂർണ്ണ വിജയത്തിന് തടസ്സമായി വന്നു. 1958 എറണാകുളം ജില്ല രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ആദ്യ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിന് ശേഷം 1960 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ആൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ആ മുന്നണിക്ക് കേരളത്തിൽ ഗംഭീര വിജയം നേടുവാൻ സാധിച്ചു. എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലമൊഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അന്ന് എറണാകുളം ജില്ലയിലെ കണയന്നൂർ മണ്ഡലത്തിലാണ് ഈ മുന്നണി പരാജയപ്പെട്ടത്. അന്നത്തെ കണയന്നൂർ മണ്ഡലം ഇന്നത്തെ തൃപ്പൂണിത്തറ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്ന TK രാമകൃഷ്ണനാണ് കണയന്നൂരിൽ നിന്നും വിജയിച്ചത്.